കൃഷ്ണകുമാർ വിരോധികൾക്കും ദിയ ഹേറ്റേഴ്സിനും ആഘോഷിക്കാനുള്ള വക കിട്ടി. ന്യായമൊന്നും നോട്ടമില്ല, വാരി മെഴുകുകയാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് കാശ് കട്ടെടുത്തതും പോരാ, അവർക്കെതിരെ തട്ടിക്കൊണ്ടുപോയി എന്ന് കേസും കൊടുത്തു. അതിനെ ന്യായീകരിക്കാൻ വേറെ കുറെ പേരും. കാശ് തട്ടിയെടുത്തു എന്ന പരാതി നിലനിൽക്കെ തന്നെ അതിനുള്ള തെളിവുകളെല്ലാം ഇരിക്കെ അവർക്കെതിരെ കൗണ്ടർ കേസ് കൊടുത്ത് അവരെ കുടുക്കാൻ നോക്കുന്നവർ പുതിയ തന്ത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറക്കിയിട്ടുള്ളത്. കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജാതി അധിക്ഷേപമാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെ കരുതാവുന്നതാണ്. തനിക്കും വീട്ടുകാർക്കുമെതിരെ ജീവനക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ച് ദിയ കൃഷ്ണയും രംഗത്തെത്തിയിട്ടുണ്ട്. ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണം വ്യാജമാണെന്ന് ദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആരെയും ജാതിയുമായി അധിക്ഷേപിക്കുന്ന ആളല്ല താൻ. ജാതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നിലും ജാതി കാണുന്നവരല്ല എന്നും ജാതി അധിക്ഷേപം എവിടെയും നടത്തിയിട്ടില്ല എന്നും ദിയ വ്യക്തമാക്കി. QR കോഡ് മാറ്റിവെച്ച് അവരുടെ അക്കൗണ്ടിൽ പണം വാങ്ങാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ ദിവസവും പണം പിൻവലിച്ചു തന്നു എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ല. അങ്ങനെ പണം പിൻവലിച്ചെങ്കിൽ ATM-ൽ നിന്നും പിൻവലിക്കണമല്ലോ. അതിന്റെ CCTV ദൃശ്യങ്ങൾ എവിടെയെന്നും ദിയ ചോദിക്കുന്നു. പണം കൊണ്ടുവരാൻ താൻ ആവശ്യപ്പെട്ടതിന്റെ ഫോൺ കോളോ വാട്സാപ്പ് സന്ദേശമോ ഉണ്ടോ എന്നും ദിയ കൃഷ്ണ ചോദിച്ചു. തട്ടിക്കൊണ്ടുപോകൽ ആരോപണവും ശരിയല്ല. ചേച്ചിയുടെ വണ്ടിയിൽ അവർ കയറി വരികയായിരുന്നു. ജീവനക്കാരെ കെട്ടിയിട്ടു എന്ന ആരോപണത്തിനും തക്കതായ മറുപടി തന്നെ ദിയ നൽകുന്നുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ കസേര കൊടുത്തിരുന്നു, ഭക്ഷണമടക്കം കഴിക്കാൻ കൊടുത്തിരുന്നു എന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി അഭിപ്രായം പറയാൻ താനില്ല എന്നും ദിയ പറഞ്ഞു. തനിക്കറിയാവുന്ന ജീവനക്കാരാണവർ, അവർക്ക് പിന്നിൽ ആരോ ഉണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തത്ത പറയുന്നത് പോലെ ആരോ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. GSTയെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ പോലുമില്ല എന്നും പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നും അവർ പറഞ്ഞു. കേസിൽ പിന്നോട്ടില്ല എന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ദിയ വ്യക്തമാക്കി. താൻ ആശുപത്രിയിലായതിനാൽ ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നും ജീവനക്കാരെ വിശ്വസിച്ചാണ് താൻ ആ ദിവസങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതെന്നും കൃഷ്ണകുമാറിന്റെ മകൾ ദിയ പറഞ്ഞു. പണം പോയതല്ല തന്റെ പ്രശ്നം, വിശ്വാസവഞ്ചന നടത്തിയതാണ് തന്നെ ഏറെ വിഷമിപ്പിച്ചതെന്നും ദിയ കൂട്ടിച്ചേർത്തു. മകളായ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ 3 പേർ പണം തട്ടിയെടുത്തിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കേസ് നൽകിയതിന് പിന്നാലെ അവർ നൽകിയ വ്യാജ കൗണ്ടർ കേസാണിത് എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. അവർക്കെതിരെ പരാതി കൊടുത്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ 3 കുട്ടികൾ പരാതി കൊടുക്കുന്നത്. തട്ടുകൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ളതാണ് കേസ്. പക്ഷേ ഇതിനെതിരെ കയ്യിൽ തെളിവുണ്ട്. അതെല്ലാം പോലീസിന് നൽകിയിട്ടുമുണ്ട്. എന്നാൽ പരാതി നൽകിയവരുടെ കയ്യിൽ അങ്ങനെ യാതൊരു തെളിവുകളുമില്ല. വീട്ടിലെ പല ചടങ്ങുകളിലും ദിയയ്ക്കൊപ്പം കൂടെ നിന്നവരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയല്ല അവരോട് നിൽക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴും തന്റെ അനിയത്തിമാരെ പോലെയാണ് അവർ എന്ന് ദിയ പറഞ്ഞിരുന്നു. ന്യായം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കുറ്റം സമ്മതിക്കുന്നതും പണം തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവും കയ്യിലുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. തനിക്കെതിരെ കേസെടുത്തതിന്റെ ഒരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. നല്ല രീതിയിലുള്ള മറുപടിയാണ് അവിടെ നിന്നും ലഭിച്ചത്. ന്യായമായ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ദിയ കൃഷ്ണ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയത് നികുതി പ്രശ്നം മൂലമാണെന്ന് ജീവനക്കാർ ആരോപിച്ചു. സ്വന്തം അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ മതിയെന്ന് ദിയ പറഞ്ഞതായും അവർ ആരോപിച്ചിരുന്നു. ജാതീയമായി അധിക്ഷേപിച്ചു എന്ന ആരോപണവും അവർ ഉന്നയിച്ചു. ദിയയുടേത് ഒരു പ്രത്യേകതരം സ്വഭാവമാണ്. ജീവനക്കാരോട് മോശമായാണ് പെരുമാറുന്നത്, ഭീഷണിപ്പെടുത്തുകയടക്കം ചെയ്തു എന്നും അവർ ആരോപിച്ചു. കൃഷ്ണകുമാർ അടക്കമുള്ളവർ ജാതീയമായി അധിക്ഷേപിച്ചു എന്നും ജീവനക്കാർ ആരോപിച്ചിരുന്നു. 8 ലക്ഷത്തോളം രൂപ തിരികെ വാങ്ങിയത് ഭീഷണിപ്പെടുത്തിയാണ്. തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണി മുഴക്കുകയാണ് അവർ ചെയ്തത്. ഫോൺ അവരുടെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെ 11 മണിക്ക് എത്തിയ ജീവനക്കാരെ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടു എന്നും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണമടക്കം പണയം വെച്ചാണ് പണം തിരികെ നൽകിയതെന്നും ഭീഷണി മുഴക്കിയതിന് തെളിവ് തങ്ങളുടെ പക്കലുണ്ട് എന്നും ജീവനക്കാർ പറഞ്ഞു. ജോലിക്ക് കയറിയിട്ട് 1 വർഷമായി. കസ്റ്റമേഴ്സിന്റെ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതി എന്ന് ദിയ പറഞ്ഞിരുന്നു. താൻ വരുമ്പോൾ ആഴ്ചയിലോ മാസത്തിലോ പണമായി കയ്യിൽ കൊടുത്താൽ മതിയെന്നും ദിയ പറഞ്ഞിരുന്നു. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമുള്ളത് കൊണ്ടാണ് അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ പറഞ്ഞതെന്നും ജീവനക്കാർ പറഞ്ഞു. ഷോപ്പിന്റെ കാര്യങ്ങളെല്ലാം ദിയ ഇവരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്.
ദിയ പലപ്പോഴും ഷോപ്പിലേക്ക് വരാറില്ല എന്നും പരാതിക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ട് ടൈം എന്ന് പറഞ്ഞ് കയറിയ ജോലി ഓവർ ടൈം ആയപ്പോൾ ജോലി ഉപേക്ഷിക്കണമെന്നും തീരുമാനിച്ചിരുന്നു. തന്റെ പ്രസവം കഴിയുന്നതുവരെ അവിടെ നിൽക്കണമെന്നും അതിനുശേഷം പുതിയ സ്റ്റാഫുകളെ നോക്കുമെന്നും ദിയ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അവിടെ നിന്നത്. പിന്നീട് എന്തു പറഞ്ഞാലും അടിച്ചമർത്തുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അവർ ചീത്ത വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവർ കാര്യങ്ങൾ സമ്മതിപ്പിച്ചതെന്നും ജീവനക്കാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കി. തന്റെ 200 ഓർഡറുകളാണ് പാക്ക് ചെയ്യാതെ പോയിരിക്കുന്നത്. പരാതി നൽകണ്ട എങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് ദിയ പറഞ്ഞെന്നും പരാതിക്കാർ ആരോപിച്ചു. ദിയ ഫ്ളാറ്റിലേക്ക് പണവുമായി എത്താൻ ആവശ്യപ്പെട്ടു. അവിടെ എത്തി കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം ദിയ അവരുടെ വീട്ടുകാരെ വിളിക്കുകയും അവർ അവിടെ എത്തുകയും ചെയ്തു. അനുവാദമില്ലാതെ അവർ 5 പേരും പല സൈഡിൽ നിന്ന് വീഡിയോ എടുത്തു. ദിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂട്യൂബിൽ ട്രെൻഡ് ആകാനുള്ള കണ്ടന്റ് മാത്രമായിരുന്നു. അവരെ ഒരു വണ്ടിയിൽ കയറ്റി ഏതോ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ കൃഷ്ണകുമാറും ഭാര്യയും 4 മക്കളും മറ്റു കുറച്ചുപേരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തു എന്നാണ് ജീവനക്കാർ പറയുന്നത്. ദിയ വധഭീഷണി വരെ മുഴക്കിയെന്നും മാധ്യമങ്ങളോട് ജീവനക്കാരികൾ പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊക്കെ ആരോ പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്ന് തോന്നും വിധമായിരുന്നു ഇവരുടെ വിശദീകരണം. കൂടാതെ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പരസ്പരം അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശമ്പളത്തിന് പുറമെ 5000 രൂപയൊക്കെ ദിയ ഇവർക്ക് നൽകുമായിരുന്നു എന്നും അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു.